ഇസ്ലാമിൽ അംഗീകൃതമായ തവസ്സുലിനെക്കുറിച്ചും ശറഇൽ അനുവദിക്കപ്പെടാത്ത തവസ്സുലിനെക്കുറിച്ചുമുള്ള ഒരു ഹ്രസ്വമായ സംസാരമാണ് ഈ മതപഠന ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഈ വിശാലമായ വിഷയത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള സംസാരമാണ് നമ്മുടെ മുന്നിലുള്ള സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങളുടെ വിശ്വാസവും പരലോക ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ള പരമപ്രധാനമായ ഒരു വിഷയമാണ് തവസ്സുൽ എന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം വാദപ്രതിവാദങ്ങളും ഗണന മണ്ഡനങ്ങളൊക്കെ നടന്നത് നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരു കാര്യമാണ്. കേരള മുസ്ലിങ്ങൾക്കിടയിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു അറബി പദമാണ് തവസ്സുൽ എന്നത്. തവസ്സുൽ എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം ഒരു കാര്യം മുഖേന മറ്റൊരാളുടെ അടുപ്പം നേടുക എന്നതാണ്. മതപരമായി പറഞ്ഞാൽ മതത്തിന്റെ വീക്ഷണത്തിൽ ഒരു കർമ്മം മുഖേന അള്ളാഹുവിന്റെ സാമീപ്യം നേടാനുള്ള ശ്രമത്തിനാണ് തവസ്സുൽ എന്ന് പറയുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശരിയായ വിശ്വാസത്തിലൂടെ സൽക്കർമ്മത്തിലൂടെ സൃഷ്ടികർത്താവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അടുപ്പവും സാമീപ്യവും നേടിയെടുക്കുന്നതിനെയാണ് തവസ്സുൽ എന്ന് ഇസ്ലാമിൽ പറയുക. പരമകാരുണ്യകനും കരുണാവാരധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട്, അടിയാറുകളോട്, നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്റെ അടുപ്പവും എന്റെ പൊരുത്തവും നേടാനുള്ള മാർഗത്തിൽ നിങ്ങൾ ഏർപ്പെടണം എന്നതാണ്. അതാണ് ആമുഖമായി ഓതിവച്ച വചനം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂക്തമാണ്, ആയത്താണ്. സൂറത്തു മാഇദയിലെ 25-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വബ്തഉ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലി ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനിലേക്ക് വസീലയെ തേടുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ നടത്തുക. എന്നാൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവിലേക്ക് വസീല തേടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചു. ഐ തഖറബു ഇലൈഹി ബിത്വാഅതിഹി വൽ അമലി ബിമാ യുർളീഹി. അള്ളാഹുവിനെ അനുസരിക്കുക വഴി സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന് തൃപ്തിയുള്ള അമലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ അടുപ്പവും സാമീപ്യവും ഇഷ്ടവും സ്നേഹവും പൊരുത്തവും നേടിയെടുക്കുക എന്നതാണ് തവസ്സുൽ എന്ന വാക്കിന്റെ അർത്ഥം, ആശയം. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ധാരാളം തവസ്സുലുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇനമാണ് നമ്മളിലുള്ള ശരിയായ വിശ്വാസത്തെ, അചഞ്ചലമായ വിശ്വാസത്തെ മുൻനിർത്തിയുള്ള തവസ്സുൽ. 3-ാം അധ്യായം സൂറത്തു ആലിംറാനിലെ 193-ാമത്തെ വചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ
അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഅഗ്ഫിർ ലനാ ദുനൂബനാ. സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നവൻ, ആ ക്ഷണിക്കുന്നവന്റെ വിളംബരം വർത്തമാനം ഞങ്ങൾ കേട്ടിരിക്കുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ മാർഗത്തിലേക്ക് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? എന്താണ് പറയുന്നത്? നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇത് പറയുമ്പോ മുഅ്മിനീങ്ങളായ ആളുകൾ പറയുകയാണ്, ഫആമന്നാ റബ്ബനാ ഫഅഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു തരേണമേ, പുണ്യവാളന്മാരായ നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ, നല്ലവരുടെ കൂട്ടത്തിൽ മരിപ്പിക്കണമേ എന്ന് പറയുന്നതിന് മുമ്പ് വിശ്വാസികൾ എടുത്തു പറയുന്നത് അവരുടെ വിശ്വാസമാണ്, അവരുടെ ഈമാനാണ്. അതാണ് ഫആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഇപ്പൊ നമ്മളിലുള്ള, നമ്മുടെ കൽബിനകത്തുള്ള ശരിയായ ഉറപ്പുള്ള വിശ്വാസത്തെ മുൻനിർത്തിയുള്ള തവസ്സുലിന്റെ ഒരു രീതിയാണിത്. രണ്ടാമത്തെ കാര്യം, സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള തവസ്സുലാണ്. ഇപ്പൊ നമ്മളൊക്കെ കേട്ട ഒരു സുദീർഘമായ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പൂർവിക സമൂഹത്തിൽ നടന്ന ഒരു ചരിത്രം. 3 ആളുകൾ യാത്ര പോകുന്നു. അവര് യാത്രാമധ്യേ ഒരു ഗുഹയിൽ അഭയം തേടുന്നു. പെട്ടെന്ന് വലിയൊരു പാറക്കല്ല് മുകൾ ഭാഗത്ത് നിന്ന് മലമുകളിൽ നിന്ന് താഴോട്ട് വരികയും ആ ഗുഹാമുഖത്തെ അടച്ചു കളയുകയും ചെയ്യുന്നു. ആ ഗുഹയിൽ കുടുങ്ങിപ്പോയ അവർ തീരുമാനിക്കുന്നു, ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന്. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണ്? ആ ഹദീസിന്റെ ആശയമാണ് പറയുന്നത്. ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണ്? പ്രായം ചെന്ന മാതാപിതാക്കൾ എനിക്കുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും ഭക്ഷണം കഴിക്കാറുള്ളൂ. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്ക് മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ നേരം പുലരുവോളം പാല്, ഭക്ഷണം അതും കയ്യിൽ പിടിച്ച് ബാപ്പയുടെ ഉമ്മയുടെ തലഭാഗത്ത് നിൽക്കുകയാണ്. പ്രഭാതമായപ്പോൾ അവർ എഴുന്നേറ്റു, അവർക്ക് ഭക്ഷണം കൊടുത്തു. ശേഷമാണ് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചത്. അല്ലാഹുവേ, നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ അമൽ ചെയ്തത്. ഇതൊരു സ്വാലിഹായ പ്രവർത്തനമാണെങ്കിൽ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ, ഞങ്ങളെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ. പാറക്കല്ല് അല്പം നീങ്ങി, പുറത്തു കടക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ ആള് പ്രാർത്ഥിച്ചു, എനിക്കൊരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു, എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. പലപ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അവളോട് പറയും, പക്ഷെ അവൾ സമ്മതിക്കാറില്ല. ഒരു ദിവസം അവൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വന്നു. എൻ്റെ അടുത്തേക്ക് വന്നു, പണം ചോദിച്ചു. ഞാൻ പറഞ്ഞു, പണം തരാം, പൈസ തരാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, എൻ്റെ ആവശ്യം നിറവേറ്റി തരണം, എൻ്റെ ഇംഗിതത്തിന് നീ വഴങ്ങണം. ആ സ്ത്രീ ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയാണ്. ആരാരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നു, വസ്ത്രങ്ങൾ ഓരോന്നും അയച്ചു മാറ്റുന്നു. എത്രത്തോളം ആ സ്ത്രീയുടെ 2 കാലുകൾക്കിടയിൽ ഇരിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത് കേട്ടപാടെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. ആ നീച പ്രവൃത്തിയിൽ നിന്ന് അള്ളാഹുവെ മാറി നിന്നു. നിന്റെ പൊരുത്തം ആഗ്രഹിച്ചതുകൊണ്ടാണ്, നിന്നെ ഭയപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അകപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന്, ഗുഹയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. പാറക്കല്ല് അല്പം നീങ്ങി, പുറത്തു കടക്കാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ ആള് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ ഒരുപാട് ആളുകളെ ജോലിയെടുക്കാൻ വിളിച്ചിരുന്നു. ഒരു ദിവസം എല്ലാവരും ജോലി കഴിഞ്ഞ് അവർക്കുള്ള പണം, അവർക്കുള്ള കൂലി, അവർക്കുള്ള വേതനം മേടിച്ചിട്ടാണ് പോയത്, ഒരാൾ ഒഴികെ. അയാൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, എന്നോട് പണം ചോദിച്ചു.
ഞാൻ നിങ്ങളുടെ കയ്യിൽ പണിയെടുത്ത ആളാണ്, എനിക്ക് പണം കിട്ടിയിട്ടില്ല, കൂലി കിട്ടിയിട്ടില്ല, കൂലി എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, ആ മലമുകളിൽ കാണുന്ന ആടുകൾ, ഒട്ടകങ്ങൾ, ഈ അടിമകളെല്ലാം നിങ്ങളുടേതാണ്, നിങ്ങൾ എടുത്തുകൊള്ളുക. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? അയാൾ പറഞ്ഞു, പരിഹസിക്കുകയല്ല, നിങ്ങൾക്ക് തരാനുള്ള പണം കൊണ്ട്, ആ പണം സ്വരൂപിച്ച് അതുകൊണ്ട് ഉണ്ടായതാണിതൊക്കെ, നിങ്ങൾ കൊണ്ടുപോവുക എന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് ഇയാളെ പറ്റിക്കാം, കബളിപ്പിക്കാം, ചതിക്കാം, വഞ്ചിക്കാം, പക്ഷെ ഞാൻ ചെയ്തില്ല. നിന്നെ പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്. ഇതൊരു സ്വാലിഹായ അമലാണെങ്കിൽ ഞങ്ങളെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ. ഗുഹാമുഖത്തുള്ള പാറക്കല്ല് മുഴുവനായി നീങ്ങുകയും ആ ഗുഹയിൽ നിന്നവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയുള്ള തവസ്സുലിന്റെ രീതി. ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് പ്രധാനമായും 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുകയേ ചെയ്തിട്ടില്ല. പറിച്ച് അല്ലാഹുവിനെ മാത്രമാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചത് എന്നാണ്. രണ്ടാമത്തെ കാര്യം, എവിടെയോ ഉള്ള ഔലിയാക്കളെ അവർ വിളിച്ചില്ല. ജീവിച്ചിരിക്കുന്ന മൺമറഞ്ഞുപോയ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവർ തേടിയില്ല. ഇതൊക്കെ ആ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. അഞ്ചാമത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലെയുള്ളൊരു അപകടത്തിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന് മാത്രം ആത്മാർത്ഥതയോടെ, നിഷ്കളങ്കതയോടെ നമ്മൾ ചെയ്തിട്ടുള്ള വല്ല സൽപ്രവൃത്തിയും നമ്മുടെ നന്മയുടെ പട്ടികയിലുണ്ടോ എന്ന് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവ്വം ആലോചിച്ചു നോക്കുക. മൂന്നാമത്തെ തവസ്സുലിന്റെ രീതി അള്ളാഹുവിന്റെ നാമങ്ങളെ പറഞ്ഞുകൊണ്ടുള്ള തവസ്സുലാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അഅറാഫിൽ 80-ാമത്തെ വചനത്തിൽ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. അള്ളാഹുവിന് വിശിഷ്ടമായ ശ്രേഷ്ഠകരമായ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അവ മുഖേന നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, അള്ളാഹിനോട് പ്രാർത്ഥിക്കണേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, സൽക്കർമ്മങ്ങൾ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ നമ്മുടെ നാവുകളിലൂടെ, അധരങ്ങളിലൂടെ പുറത്തു വരുന്നൊരു പ്രാർത്ഥനയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മങ്ങൾ, ഈ സ്വാലിഹായ അമലുകൾ നീ സ്വീകരിക്കണമേ. കാരണം നീ ആരാണ്? എല്ലാം കേൾക്കുന്ന അലീമാണ്, എല്ലാം കേൾക്കുന്ന സമീആണ്. കണ്ടോ, അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ. എന്താണ് ആ പ്രാർത്ഥന? യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ്. എന്നെന്നും ജീവിക്കുന്നവനായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ സഹായം തേടുന്നു. അള്ളാന്റെ പേരുകൾ വെച്ചിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതേപോലത്തെ ഒരു മജ്ലിസിൽ ഇരുന്ന് അവിടുന്ന് എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ആ പ്രാർത്ഥനയിൽ, ആ ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിപ്പിച്ച പ്രാർത്ഥനയാണ് റബ്ബി അഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണമേ, എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. കാരണം നീ ഏറെ പൊറുക്കുന്നവനാണ്, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, നീ കാരുണ്യവാനാണ്, നീ കരുണാനിധിയാണ്. നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേരുകൾ കൊണ്ടുള്ള തവസ്സുലിന്റെ 3-ാമത്തെ രീതിയാണ്. 4-ാമത്തേത് ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ടുള്ള തവസ്സുലാണ്.
നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വെള്ളിയാഴ്ച ദിവസം ഒരു അഅറാബി പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കഠിനമായ വരൾച്ചയാണ്, നിങ്ങൾ ദുആ ചെയ്യണം, മഴയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ആകാശത്ത് കാർമേഘങ്ങൾ കൂടുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ അതിശക്തമായ മഴയാണ്. അടുത്ത വെള്ളിയാഴ്ചയായി, തുടർച്ചയായി വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കാലികളൊക്കെ വെള്ളത്തിലാണ്, ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ മഴയെ മറ്റു പ്രദേശങ്ങളിലേക്ക്, ഇതെത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, കുന്നുകളിലേക്ക്, താഴ്വരകളിലേക്ക് എത്തിക്കടേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് എന്തിനുള്ള തവസ്സുലാണ്? ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളെ വെച്ചുള്ള തവസ്സുലിന്റെ രീതിയാണ്. ഇതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ശക്തമായ കഠിനമായ വരൾച്ചയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവേ, ഞങ്ങളുടെ നബിയെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നത് വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബീനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ടാണ് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നത്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ നൽകണേ. അതിന് ഉത്തരം കിട്ടിയെന്ന് നമുക്ക് ചരിത്രത്തിലും ഹദീസിന്റെ പൊരുളിലും നമുക്കത് കാണാൻ സാധിക്കും. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തു. പ്രവാചകന്റെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു. മറ്റൊരു തവസ്സുലാണ്, ഇതേ വിഷയത്തിൽ വരുന്ന മറ്റൊരു തവസ്സുലാണ് മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കള് യഅഖൂബ് നബിന്റെ അടുത്തേക്ക് വരികയാണ്. ഖാലൂ, അവര് പറയുകയാണ്, യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങളെ ഉപ്പ, ഞങ്ങളെ പൊന്നുപ്പ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അപരാധികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണേ എന്ന്. ഈ 3 സംഭവങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ അറാബി മഴയ്ക്ക് വേണ്ടി തേടണമെന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ടാണ് പറയുന്നത്, മഴയില്ല, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതല്ലാതെ നബി ഈ അറാബിന്റെ വീട്ടിൽ വെച്ചിട്ടോ നാട്ടിൽ വെച്ചിട്ടോ അല്ല പ്രാർത്ഥിക്കുന്നത്. നബിയേ, മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ തവസ്സുലാക്കുന്നു എന്ന് വീട്ടിൽ വെച്ചിട്ടോ നാട്ടിൽ വെച്ചിട്ടോ അല്ല. മഴ അധികരിച്ചപ്പോഴും പ്രവാചകന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ്. വീട്ടിൽ നിന്നോ നാട്ടിൽ വെച്ചിട്ടോ, സ്വന്തം നാട്ടിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുകയല്ല എന്നത്. രണ്ടാമത്തെ കാര്യം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും 2 പേരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചല്ലോ. അവിടെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. ആ ഖബറിന്റെ അടുത്തേക്ക് 2 പേരും പോയില്ല. നബി ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി ദുആ ചെയ്തില്ല. അതേപോലെ മൂന്നാമത്തെ കാര്യം, ജീവിച്ചിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയോ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെയോ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുകയും ചെയ്തില്ല. അതേപോലെ തന്നെ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം, യഅഖൂബ് നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നു എന്ന് മക്കള് പറഞ്ഞില്ല. യഅഖൂബ് നബിയോട്, ബാപ്പയോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, 5ാമത്തെ തവസ്സുൽ തൗഹീദിനെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു തവസ്സുലാണ്. നമുക്കറിയാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന,
മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്തല്ലോ. ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടറയിൽ നിന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യാണ്, അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, നീ പരിശുദ്ധനാണ്, നീ ഉത്കൃഷ്ടനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയി, അല്ലാ എന്നെ രക്ഷപ്പെടുത്തേണമേ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന്. ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി, ഇജാബത്ത് കിട്ടി. നമുക്കറിയാം. ഇവിടെ നോക്കൂ, തന്നിലുള്ള തൗഹീദ് എടുത്തു പറഞ്ഞുകൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ആറാമത്തെ രൂപം പരമമായ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുന്നതിലൂടെയുള്ള തവസ്സുലാണ്. നമുക്കറിയാം, 54-ാം അധ്യായം സൂറത്ത് ഖമറിലെ 9 മുതൽ 10 വരെയുള്ള വചനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നു. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബൂ അബദനാ വഖാലൂ മജ്നൂൻ വസ്തുജിറ ഫദഅ റബ്ബഹു അന്നി മഅലൂബുൻ ഫന്തസിർ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അദ്ദേഹത്തെ കളവാക്കി, വ്യാജമാക്കി, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന് തടസ്സം സൃഷ്ടിച്ചു. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, റബ്ബി അന്നി മഅലൂബ്, അല്ലാഹുവേ, ഞാൻ പരാജിതനാണ്, ഞാൻ തോറ്റുപോയിരിക്കുന്നു, അതുകൊണ്ട് ഫന്തസിർ, അവർക്കെതിരെ എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ, അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമേ എന്ന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, ഇവിടെയും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരമമായി വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്, താഴ്മ കാണിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട്, കീഴടങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനാ രീതിയാണ്. ഇത് തവസ്സുലിന്റെ മറ്റൊരു രൂപമാണ്. ഇനി സുഹൃത്തുക്കളെ, 7-ാമത്തെ രൂപം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്കത് കാണാൻ സാധിക്കും, ഖുർആനിക വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. നമ്മുടെ ദുർബലത, നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ ദുരിതം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള തവസ്സുലിന്റെ രീതിയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് നാട് വിട്ട് മദീനയിലേക്ക് വരികയാണ്. അപ്പോഴാണ് 2 സ്ത്രീകള് അവിടെ കാലികൾക്ക് വെള്ളം കൊടുക്കാതെ മാറി നിൽക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലികൾക്ക് വെള്ളം കൊടുക്കുന്നു. ആ വിഷയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ വചനത്തിലൂടെ പറയുന്നു. ഫസഖാലഹുമാ സുമ്മ തവല്ലാ ഇലൽ ഫഖാൽ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ആ 2 കാലികൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വൃക്ഷത്തിന്റെ തണലിലേക്ക് മാറി നിൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, നീ എനിക്ക് നൽകുന്ന ഏത് നല്ല കാര്യങ്ങളാവട്ടെ, അതിനെല്ലാം ഞാൻ ആവശ്യക്കാരനാണ്. അത്രമേൽ ദരിദ്രനാണ് ഞാൻ, അത്രമേൽ വലിയ കഷ്ടപ്പാടിലാണ് ഞാൻ, അത്രമേൽ വലിയ ദുരന്തത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് ഞാൻ, എന്നെ സഹായിക്കണമേ. ഇവിടെ കണ്ടോ, ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദൗർബല്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ഇതുപോലെ സുഹൃത്തുക്കളെ, തവസ്സുലിന്റെ ഒരുപാട് രീതികൾ നമുക്ക് കാണാൻ കഴിയും. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള തവസ്സുൽ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തവസ്സുൽ. ഇതേപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മറ്റു വഴികളാണ് അള്ളാഹു നിർബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക എന്നതാണ്. അള്ളാഹു വിരോധിച്ച ഹറാമാണ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, അതെല്ലാം ഒഴിവാക്കി ജീവിക്കുക എന്നതാണ്. അതേപോലെ ഐച്ഛികമായ ഇബാദാത്തുകൾ കഴിയുന്ന അത്ര വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക, അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്.
അപ്പൊ ഒന്നാമതായി നാം മനസ്സിലാക്കിയത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അനുവദിക്കപ്പെട്ട തവസ്സുലിന്റെ രീതികളാണ്. ഇനി അനുവദിക്കപ്പെടാത്ത തവസ്സുലുണ്ട്. ആ തവസ്സുലിന് വേണ്ടി പുരോഹിതന്മാർ പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണ് ആ ഡയലോഗ്? അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ മരിച്ചുപോയ മഹാത്മാക്കളെ മധ്യവർത്തികളാക്കണം, അല്ലെങ്കിൽ അവരെ തവസ്സുലാക്കി ദുആ ചെയ്യണം. ഇതൊരു വാദമാണ്. രണ്ടാമത്തെ വാദം എന്താണ്? ജീവിച്ചിരിക്കുന്നവരായ മൺമറഞ്ഞുപോയവരായ ആളുകളുടെ, മഹാത്മാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടണം. ഉദാഹരണമായി പറഞ്ഞാൽ ബദരീങ്ങളുടെ, ഉഹദീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ എന്റെ രോഗം മാറ്റണമേ, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ, ഇതുപോലെയുള്ള ദുആകൾ. ഈ രണ്ട് വാദങ്ങൾക്കും പ്രമാണങ്ങളിൽ തെളിവില്ല എന്ന് വന്നപ്പോ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. പുരോഹിത വർഗത്തിന്റെ ഒരു വലിയ നേതാവാണ് മുഹിയുദ്ദീൻ കുട്ടി എന്ന് പറയുന്ന ആള്. 1927 നവംബർ 31 ഒരു പുസ്തകം അദ്ദേഹം ഇറക്കി. റദ്ദുൽ വഹാബിയ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ 67-68 പേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വായിക്കാനുണ്ട്. അതിന്റെ ആശയം മാത്രം പറയാൻ: മരിച്ചുപോയ മഹാത്മാക്കളെ തവസ്സുലാക്കി ദുആ ചെയ്യണം. അതിനെന്തുണ്ട്? ഖുർആനിൽ തെളിവുണ്ട്. സൂറത്ത് മാഇദയിലെ വചനമാണ്. ഏതാണ് ആ വചനം? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഉ ഇലൈഹിൽ വസീല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇയാൾ അർത്ഥം കൊടുക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം വിശ്വാസികളെ, എന്നിട്ട് നിങ്ങൾ അവനെ വഴിപ്പെടണം. അതോടൊപ്പം തന്നെ അല്ലാഹുവിലേക്ക് ഇടയാളന്മാരെ, മധ്യവർത്തികളെ സ്വീകരിക്കുകയും ചെയ്യണം. ഇവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദവാത്തുകളാണ് എന്നാണ്. ദവാത്തുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളാണ് എന്നാണ് ഇയാൾ ഈ ആയത്തിന് കൊടുത്തിട്ടുള്ള തഫ്സീർ. സത്യത്തിൽ ഈ ആയത്തിന്റെ, ഈ വാക്കിന്റെ അർത്ഥം, ആശയം അതാണോ? ശരിയല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കുകയുണ്ടായി. എന്താണ് അൽ വസീല? അള്ളാഹുവിലേക്ക് വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചു വിശദീകരിച്ചു. മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ തഖറബു ഇലൈഹി ബിത്വാഅതിഹി വൽ അമലി ബിമാ യുർദിഹി. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യുക വഴി, അള്ളാഹുവിനെ അനുസരിക്കുക, എന്നിട്ട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുക വഴി അള്ളാഹുവിന്റെ സാമീപ്യവും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ ഇഷ്ടവും നേടിയെടുക്കുക എന്നതാണ് മരിച്ചുപോയ മഹാത്മാക്കൾ എന്നത്. വസീലക്ക് അർത്ഥമേ ഇല്ല. ഈ വിശദീകരണം പറഞ്ഞ ശേഷം ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹാദല്ലദീ ഖാലഹു ആഹുലാഇൽ അഇമ്മത്തു ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീ. മുഫസ്സിരീങ്ങൾക്കിടയിൽ, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ്. വസീല എന്ന് പറഞ്ഞാൽ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടുക എന്നതാണ്. മരിച്ചുപോയ മഹാത്മാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടലോ അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കലോ അല്ല എന്നതാണ്. ഈ പുരോഹിത വർഗം അംഗീകരിക്കുന്ന ഒരു ഖുർആൻ പരിഭാഷയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. തിരൂരങ്ങാടി ഖാദി അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഫത്ഹുൽ അലീം ഫി തഫ്സീറിൽ ഖുർആനിൽ അലീം എന്ന ഖുർആൻ പരിഭാഷയാണ്. ഖുർആൻ പരിഭാഷയുടെ വ്യാഖ്യാനം, ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും എന്നാണ് അതിന്റെ പേര്. ആ കിതാബിൽ, ആ തഫ്സീറിൽ ഈ ആയത്തിന് കൊടുത്തിട്ടുള്ള അർത്ഥം എന്താണ്? വസീല തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. അതുതന്നെയാണ് സുഹൃത്തുക്കളെ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരു ദുർവ്യാഖ്യാനം എന്താണ്? ഇവർ പറയുന്നു, ഈ പൗരോഹിത്യം പറയുന്നു, അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ പഠിപ്പിച്ച ഉത്കൃഷ്ടമായ മാതൃകയാണ്
നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മധ്യവർത്തികളായി ഇടയാളന്മാരായി മരിച്ചുപോയ മഹാത്മാക്കളെ സ്വീകരിക്കുക എന്നത്, അതിന് എന്തുണ്ട്? വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഖുർആനിൽ ആയത്തോതുകയാണ്. ഉലൈകല്ലദീന യദ്ഊന യബ്തഊന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഒരുപാട് വായിക്കാനുണ്ട്. അതിന്റെ ആശയമാണ് പറയുന്നത്. മുശ്രിക്കീങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, മലക്കുകൾ, നബിമാർ, അവർ തന്നെ നബിമാരുടെ കൂട്ടത്തിൽ വലിയ ദറജയുള്ള നബിമാരോട്, മലക്കുകളുടെ കൂട്ടത്തിലുള്ള വലിയ പദവിയിലുള്ള മലക്കുകളോട് അവർ ദുആ ചെയ്യുന്നു, തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ നോക്കൂ. പരിശുദ്ധ ഖുർആനിനെ അതിന്റെ അർത്ഥവും ആശയവും കോട്ടിമാട്ടുകയാണ്, വ്യക്തമായ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. അമ്പിയാക്കള്, നബിമാര്, അവരുടെ വലിയ ദറജയിലുള്ള നബിമാരോട് പ്രാർത്ഥിക്കുന്നു, തവസ്സുലാക്കി ദുആ ചെയ്യുന്നു. മലക്കുകളാവട്ടെ അവരുടെ അത്ര പദവിയിലില്ലാത്ത, വലിയ ശ്രേഷ്ഠതയില്ലാത്ത മറ്റു മലക്കുകളോട് അവർ വസീലയാക്കി തവസ്സുലാക്കി ദുആ ചെയ്യുന്നു എന്നാണ് ഈ ആയത്തിന് അർത്ഥം കൊടുത്തത്. വാസ്തവത്തിൽ ഈ ആയത്തിന്റെ അർത്ഥവും ആശയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ ആരോടാണോ ദുആ ചെയ്യുന്നത്, ആരെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവർ തന്നെ കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ്. മലക്കുകളാവട്ടെ, അതേപോലെ തന്നെ നബിമാരാവട്ടെ, സ്വാലിഹീങ്ങളായ ആളുകളാവട്ടെ, അവർ കഴിയുന്നത്ര നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ ശ്രമിക്കുകയാണ്. അവരോടാണോ നിങ്ങൾ തേടുന്നത്, അവരെയാണോ നിങ്ങൾ വസീലയാക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലമുണ്ട്. അറേബ്യൻ മുശ്രിക്കുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില മനുഷ്യർ ജിന്നുകളെ ആരാധിച്ചിരുന്നു. അവർ ആരാധിച്ചിരുന്ന ജിന്നുകള് ഇസ്ലാം സ്വീകരിച്ചു. ഇവർ ഇസ്ലാം സ്വീകരിച്ചു എന്നറിയാതെ ഈ മക്കയിലെ മുശ്രിക്കുകൾ ഇവരെ ആരാധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു, അവരൊക്കെ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് എന്നിലേക്ക് അടുക്കുമ്പോ നിങ്ങൾ അവരെയാണോ വിളിച്ചു തേടുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇതേ ആശയമാണ് അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയുടെ 611 പേജിലും, അതേപോലെ തന്നെ പള്ളി ദർസുകളിൽ ഓതപ്പെടുന്ന തഫ്സീറു ജലാലൈനിയുടെ പരിഭാഷയിലും KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ ഫത്ഹുർ റഹ്മാൻ എന്ന ഖുർആൻ പരിഭാഷയിലും ഇതേ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിക്കുകയും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ശിർക്കിനും തെളിവുദ്ധരിക്കുകയാണ്. ഇരു സുഹൃത്തുക്കളെ, മറ്റൊരു ദുർവ്യാഖ്യാനമാണ് ഇവർ പറയുന്നു, പണ്ട് മുതൽക്കേ എന്ത് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടമുണ്ട്, നിങ്ങൾ എന്തിനാണ് വെറുതെ നിഷേധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഒരു ആയത്ത് കൊടുക്കുകയാണ്. എന്താണ് ആയത്ത്? വകാനൂ മിൻ ഖബൽ യസ്തഫ്തിഹൂന അലല്ലദീന ഖഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ ഖഫറൂ ബി. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അയാൾ പറയാണ്, മുൻഗാമികളായ ആളുകൾ അഥവാ യഹൂദികൾ, ഖൈബറിലെ ജൂതന്മാർ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോ ആരോടാണ്? അറേബ്യൻ ഗോത്രമായ ഒത്തുഫാൻ എന്ന ഗോത്രമായി യുദ്ധം ചെയ്യുമ്പോ അവർ തോൽക്കുക പതിവാണ്. അവർ യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ തോറ്റുപോകും. ആ സമയത്ത് യഹൂദികൾ പറഞ്ഞു, ഞങ്ങളിലേക്കൊരു നബി വരാനുണ്ട്, ആ നബിയെ കൊണ്ട് ഞങ്ങളിതാ തവസ്സുലാക്കി ദുആ ചെയ്യുന്നു. അങ്ങനെ യഹൂദികൾ ദുആ ചെയ്തു, യഹൂദികൾ പ്രാർത്ഥിച്ചു, യുദ്ധം വിജയിച്ചു.
അതാണ് ഈ ആയത്തിന് അദ്ദേഹം കൊടുത്ത വിശദീകരണം. അവർ യുദ്ധസമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട്. റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ട് ആ യഹൂദികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയുന്നു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖി മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ലദീ വഅദ്തനാ അൻ തുഖ്രിജഹു ലനാ ഫീ ആഖിരിസ് സമാനി ഇല്ലാ നസർതനാ അലൈഹിം. ഞങ്ങളിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവിനോട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു എന്ന്. എങ്ങനെയുള്ള നബിയാണ്? അൽ ഉമ്മിയിൽ ലദീ വഅദ്തനാ, ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത നിരക്ഷരനായ അവസാന കാലത്ത് ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളിതാ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ആ യുദ്ധത്തിൽ അവർ വിജയിച്ചു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്ന്. എന്താണ് സുഹൃത്തുക്കളെ ഈ ആയത്തിന്റെ ആശയം? എന്താണ്? യഹൂദികൾ അറേബ്യൻ ഗോത്രവുമായി യുദ്ധം ചെയ്യുമ്പോഴൊക്കെ അവർ പരാജയപ്പെടുക, തോറ്റുപോവുക എന്നത് പതിവായൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ഈ യഹൂദികളായ ആളുകൾ അവർ ഏറ്റുമുട്ടുന്ന അറേബ്യൻ ഗോത്രത്തോട് പറയും, ഞങ്ങളിലേക്കൊരു നബി വരാനുണ്ട്. ആ നബി വന്നു കഴിഞ്ഞാൽ ആ നബിയുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യും, എന്നിട്ട് നിങ്ങളെ പരാജയപ്പെടുത്തും എന്നാണ്. അതല്ലാതെ ആ നബി വന്നു കഴിഞ്ഞാൽ ആ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ തേടും, എന്നിട്ട് ഞങ്ങൾ വിജയിക്കും എന്നല്ല. ആ നബി തങ്ങൾ വന്നാൽ, മുഹമ്മദ് നബി വന്നാൽ മുഹമ്മദ് നബിയുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടും, എന്നിട്ട് ഞങ്ങൾ വിജയിക്കും എന്നാണ് അവർ വിജയപേരി മുഴക്കിയത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബി വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. അഥവാ യഹൂദികളോട് പറയാൻ, അവർക്ക് ഇറക്കപ്പെട്ട തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു ഗ്രന്ഥം വരും. അവർക്കൊരു ഗ്രന്ഥം വന്നു കിട്ടിയാൽ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, ആ ഗ്രന്ഥം അവർക്ക് വന്നു കിട്ടുന്നതിന് മുമ്പ് അവർ വിജയപേരി മുഴക്കാറുണ്ടായിരുന്നു, അവർ വിജയ അർത്ഥന നേടാറുണ്ടായിരുന്നു. എന്നിട്ട് അലല്ലദീന കഫറൂ, സത്യനിഷേധികൾക്കെതിരെ. എന്നാൽ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അവർക്ക് സത്യം വന്നപ്പോൾ, അവർക്ക് അല്ലാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ അവർ മനസ്സിലാക്കിയതിന് എതിരെ പ്രവർത്തിക്കുകയും അള്ളാഹുവിലും അവന്റെ റസൂലിലും അള്ളാഹു ഇറക്കിയ ഖുർആനിലും യഹൂദികൾ അവിശ്വസിച്ചു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, അങ്ങനെ സത്യനിഷേധികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്നാണ്. ഇതാണ് ആയത്തിന്റെ അർത്ഥവും ആശയവും. ഇനി സുഹൃത്തുക്കളെ, സ്വാഭാവികമായി നമുക്കൊരു ചോദ്യമുണ്ടാകും, എന്നാൽ പിന്നെ ആ പ്രാർത്ഥനയോ? ആ പ്രാർത്ഥന എന്നത് ദുർബലമായ റിപ്പോർട്ടാണത്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി. ഇമാം അഹ്മദ് അദ്ദേഹം പറഞ്ഞു, അതിൽ അബ്ദുൽ മലിക് ഇബ്നു ഹാറൂൻ എന്നൊരു വ്യക്തി അതിലുണ്ട്. ളഈഫുൻ, അദ്ദേഹം ദുർബലനാണ്. മറ്റൊരു ഹദീസ് പണ്ഡിതൻ പറഞ്ഞു യഹ്യ ഇബ്നു മഈൻ, അദ്ദേഹം പറഞ്ഞു കദ്ദാബുൻ, അദ്ദേഹം വ്യാജനാണ്, കള്ളനാണ്. അബൂ ഹാത്തിം പറഞ്ഞു മത്രൂഖ്, അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ടവനാണ്. ഇബ്നു ഹിബ്ബാൻ പറഞ്ഞു യസ്നഉൽ ഹദീസ്, വ്യാജമായ നിർമ്മിതമായ ഹദീസുകളെ നിർമ്മിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ്, അതിലെ ആശയവും ശരിയല്ല, ഹദീസ് അസ്വീകാര്യമാണ് എന്നതാണ്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതിൽ ചരിത്രപരമായ ഒരു വിഡ്ഢിത്തമുണ്ട്. എന്താണത്? ഖൈബറിലെ ജൂതന്മാരും അറേബ്യൻ ഗോത്രം ഒത്ഫാൻ ഗോത്രവുമായി ചരിത്രത്തിൽ യുദ്ധം നടന്നിട്ടേയില്ല. മൂന്നാമത്തെ കാര്യം, ഇവിടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ആരാണ്? യഹൂദികളാണ്.
ഇത് ശരിയാണെന്ന് വെക്കുക, സങ്കല്പിക്കുക. യഹൂദികളുടെ ആചാരം, അവരുടെ പ്രാർത്ഥന, അവരുടെ നടപടിക്രമം, അവരുടെ അനുഷ്ഠാനം നമുക്കെങ്ങനെയാണ് ദീനിൽ തെളിവാവുക? നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരാരും മുൻകഴിഞ്ഞു പോയ നബിമാരുടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബാക്കളുടെയോ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടിയിട്ടില്ല. ഇനി നാലാമത്തെ ഒരു ദുർവ്യാഖ്യാനം എന്താണ്? ആളുകൾ പറയുന്നു, നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയിട്ട്. എന്താ തെളിവ്? നമുക്കറിയാം, ബാങ്ക് കൊടുത്ത ശേഷം നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമാതി മുഹമ്മദൽ വസീല. നമ്മൾ ബാങ്കിന് ഇജാബത്ത് കൊടുത്ത ശേഷം നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസീലയാക്കി ഞാൻ ദുആ ചെയ്യുന്നു എന്ന് പുരോഹിതന്മാർ ഈ പ്രാർത്ഥന ഉദ്ധരിച്ചിട്ട് തെളിവ് പറയുകയാണ്. വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയുടെ ആശയം എന്താണ്? നമുക്കറിയാം, ബാങ്ക് വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദിക്കണേ. അപ്പൊ എന്താണ് വസീല? അള്ളാഹിന്റെ റസൂൽ തന്നെ പറയുകയാണ്, സ്വർഗത്തിലെ ഉന്നതമായ പദവിയാണ്, ഉന്നതമായ സ്ഥാനമാണ്. ലാ തംബഈ ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്. അള്ളാന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരാൾക്കും അത് കിട്ടൂല, ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അത് ഞാനാകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആരാണോ എനിക്ക് വേണ്ടി വസീലയെ തേടുന്നത് അവന് എന്റെ ശഫാഅത്തുണ്ട്, എന്റെ ശുപാർശയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ തർക്കത്തിലിരിക്കുന്ന വസീലയല്ല, മറിച്ച് സ്വർഗത്തിൽ ഉന്നതമായ ഒരു പദവിയാണ്. അത് റസൂലുള്ളാഹിക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ഇനി സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ വരുന്ന അഞ്ചാമത്തൊരു ദുർവ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൂട്ടർ ആളുകൾ പറയുന്നു, ഈ പുരോഹിതന്മാര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക എന്നത് മനുഷ്യന്റെ പഴക്കം എത്രത്തോളമുണ്ട് ആ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേടലുണ്ട് എന്നാണ്. അപ്പൊ അതിന് സാധാരണ ഇവർ തെളിവുദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്, ഒരു ഹദീസ് എന്ന വ്യാജനെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുണ്ട്, ഒരു സുദീർഘമായ ഹദീസ്. അതിന്റെ ആശയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്താണ്? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റ് ചെയ്തപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു അത്രേ, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ, ഞാൻ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ്. അപ്പൊ അള്ളാഹു ആദം നബിയോട് ചോദിച്ചു, ഫകൈഫ അറഫ്ത മുഹമ്മദൻ, നീ ഇപ്പൊ എങ്ങനെയാണ് മുഹമ്മദിനെ മനസ്സിലാക്കിയത്? വലം അഖ്ലുഖുഹു, ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, ഞാൻ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിനക്ക് മുഹമ്മദ് നബിയെ മനസ്സിലായത്? അപ്പൊ ആദം നബി പറഞ്ഞു അത്രേ, അല്ലാഹുവേ, നീ എന്നെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചുവല്ലോ, നിന്റെ കരങ്ങൾ കൊണ്ട് എന്നെ സൃഷ്ടിച്ചുവല്ലോ. ആ സൃഷ്ടിപ്പിന് ശേഷം ഞാൻ തല ഉയർത്തി നോക്കിയപ്പോ അള്ളാഹുവിന്റെ അർശിന്റെ തൂണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ നാമത്തോട് ഒരു പേര് ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും, അതാണ് മുഹമ്മദ് നബി. അങ്ങനെയാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നിന്നോട് വസീലയാക്കി ചോദിച്ചത് എന്ന്. അപ്പോ അള്ളാഹു പറഞ്ഞു അത്രേ, സുദക്തയ ആദമേ, നീ പറഞ്ഞത് ശരിയാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആര്? മുഹമ്മദ് നബി. ശരിയാണ് നീ പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് ആരാണ് മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നത്, അവന് ഞാൻ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞുവത്രേ. എന്നിട്ട് അവസാനം പറഞ്ഞു, വലൗലാ മുഹമ്മദ് മാ ഖലഖ്തുക, മുഹമ്മദേ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ, മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ ആദമേ നിങ്ങളെ സൃഷ്ടിക്കുമായിരുന്നില്ല. സുഹൃത്തുക്കളെ, സത്യത്തിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് മുഹദ്ദിസുകൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിമും തൊബ്രാനിയും ഉദ്ധരിച്ച ഒരു ഹദീസാണിത്. ഈ ഹദീസ് ദുർബലമാണ്, അതിന്റെ സനദ് ശരിയല്ല. ആ സനദിന്റെ കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം സ്വഹീഹല്ല. ഈ ഹദീസ് ഉദ്ധരിച്ച ഹാക്കിം തന്നെ പറഞ്ഞു, അദ്ദേഹം കള്ള ഹദീസുകൾ നിർമ്മിക്കുന്ന ആളാണ്. തന്റെ പിതാവിൽ നിന്ന് മൗലൂആയ ഹദീസുകൾ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇമാം സഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബൽ ഹുവ മൗലൂൻ, അദ്ദേഹം മൗലൂആണ്. ഹദീസുകള് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിച്ചമച്ച് ഹദീസുകൾ പറയുന്ന ആളാണ്. അയാൾ ദുർബലനാണ്. ഈ ഹദീസ് ലഈഫാണ്. മാത്രമല്ല ഇമാമുസ് സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹം പറഞ്ഞു, അബൂ സുർആ, അബൂ ഹാത്തിം, ഇമാം നസായി, ഇമാം ദാറഖുത്നി, ഇങ്ങനെ പ്രഗൽഭരായ മുഹദ്ദിസീങ്ങളും പണ്ഡിതന്മാരൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. ഖബറുൻ ബാത്തിലുൻ, ബാത്തിലായ വർത്താനമാണ് എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി സുഹൃത്തുക്കളെ, ഇത് ശരിയാണെന്ന് വെച്ചാൽ തന്നെ ഖുർആനിനെതിരാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിനോട് തൗബ ചെയ്യാനുള്ള വാക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിച്ചത് എവിടുന്നാണ്? ഫതലഖാ ആദം മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അള്ളാഹുവിൽ നിന്നാണ് തൗബ ചെയ്യാനുള്ള വാക്കുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിക്കുകയും അങ്ങനെ തൗബ ചെയ്യുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തത്. ആ തൗബ അല്ലാഹു സ്വീകരിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ രണ്ടുപേരും അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്യുകയാണ്, നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ് എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആനെതിരായ ആശയങ്ങൾ, അതേപോലെ ഇസ്ലാമിക പ്രമാണങ്ങൾ, ഇതിന് തെളിവില്ല, ഇത്തരത്തിലുള്ള തവസ്സുന് തെളിവില്ല എന്ന് വന്നപ്പോ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. മറ്റൊരു ആശയം ഇവര് പങ്കുവെക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ തന്നെ മുൻകഴിഞ്ഞു പോയ നബിമാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിന് ഇസ്ലാമിൽ രേഖയുണ്ട് എന്ന് ഇവരുടെ വാരികയിലും മാസികയിലും എഴുതുകയും പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുകയും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങള് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് പറയാണ്, ഫാത്തിമ ബിൻത് അസദ് എന്ന മഹദി മരണപ്പെട്ടപ്പോൾ, ഫാത്തിമ ബിൻത് അസദ് എന്ന മഹദി മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു സയ്യിദിനോടും ഉസാമത്ത് ഇബ്നു സയ്യിദിനോടും അതേപോലെ അബുൽ അയ്യൂബ് അൽ അൻസാരിയോടും ഉമർ റളിയല്ലാഹുവിനോടും മറ്റൊരു അടിമയോടും ഖബർ കുഴിക്കാൻ പറഞ്ഞു എന്നാണ്. ആരാണ് ഫാത്തിമ ബിൻത് അസദ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളല്ല, മറിച്ച് നബിയുടെ പോറ്റുമ്മയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. മഹദി മരണപ്പെട്ട സമയത്ത് ഖബർ കുഴിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ഖബർ കുഴിച്ചു കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ ഇറങ്ങുകയും പിന്നീട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുല്ലദീ യുഹീ വയുമീത്ത് വഹുവ ഹയ്യുൻ ലാ യമൂത്ത് يغفر لأمي فاطمة بنت أسد ولكنها حجتها ووسع مدخلها بحق نبيك والأنبياء الذين من قبلي فإنك أرحم الراحمين. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ
നിനക്ക് മരണമില്ല, നീ എന്നെന്നും ജീവിക്കുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ഫാത്തിമ, എന്റെ പൊന്നുമ്മാക്ക് ഫാത്തിമ ബിൻത് അസദിന് വേണ്ടി നീ പൊറുക്കലിനെ, നീ മാപ്പ് കൊടുക്കണേ, മഹദിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ, പൊറത്തു കൊടുക്കണമേ. ഖബറിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ കൃത്യമായി മറുപടി പറയാൻ കഴിയണമേ. അതേപോലെ തന്നെ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഹക്കി നബിയിക, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്, അതേപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ നബിമാരുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് നബി തങ്ങൾ, മുൻകഴിഞ്ഞു പോയ നബിമാരുടെ ഹക്ക് കൊണ്ട് നബി തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് ദുർബലമാണ്. ഈ റിപ്പോർട്ടിൽ റൗഹ് ഇബ്നു സ്വലാഹ് എന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ പറ്റി ഇബ്നു അദി എന്ന ഹദീസ് നിരൂപണ ശാസ്ത്രത്തിന്റെ അഗ്രഗണ്യനായ പണ്ഡിതൻ പറയുന്നു, അദ്ദേഹം ദുർബലനാണ്. മാത്രമല്ല ഇബ്നു യൂനുസ്, അദ്ദേഹം ഹദീസ് നിരൂപണ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ് റുവിയത്ത് അൻഹു മനാകീർ, ഒരുപാട് അപരിചിതങ്ങളായ പരിചയമില്ലാത്ത ഹദീസുകൾ ഉദ്ധരിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ ദാറഖുത്നി പറയാണ് ളഈഫുൻ ഫിൽ ഹദീസ്, ഹദീസിൽ ഇയാൾ ദുർബലനാണ്, അങ്ങേയറ്റം ദുർബലനാണ്. ഇദ്ദേഹത്തിന്റെ വാക്ക് മഖ്ബൂലല്ല, മർദൂദാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുകയും ഹദീസുകളുടെ ശരിയായ അർത്ഥത്തെ, ആയത്തുകളുടെ ശരിയായ അർത്ഥത്തെ കോട്ടിമാട്ടുകയും വക്രീകരിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ശിർക്കിലേക്കും അന്ധവിശ്വാസത്തിലേക്കും തെറ്റായ വിശ്വാസത്തിലേക്കും കൊണ്ടുപോകുമ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. എത്രയോ ഉമ്മമാര്, എത്രയോ ഉപ്പമാര് ഇപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട്, അതേപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് നമ്മൾ പള്ളികളിൽ പോയാൽ പോലും അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ കൂട്ടപ്രാർത്ഥനകളിലൊക്കെ ഇതുപോലെയുള്ള ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. മരണപ്പെട്ട മയ്യത്തിന് മുന്നിൽ വെച്ചിട്ട് ഇതുപോലുള്ള ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ടുള്ള തേട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ സ്വകാര്യമായി വിളിച്ചിട്ടോ അല്ലാതെയോ ഉപദേശിക്കാനും പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ആയത്തേത്, ഹദീസേത്, ഏതാണ് ദുർവ്യാഖ്യാനിച്ചത്, എന്താണ് ദുർവ്യാഖ്യാനം, എന്താണ് ഈ ഹദീസിന് കുഴപ്പമൊക്കെ പഠിക്കണം നമ്മൾ. ഒരുപക്ഷേ നമ്മുടെ കാരണവന്മാരായ ആളുകളൊക്കെ പഴയകാല പ്രസംഗങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ പുതിയ തലമുറയിൽ നമ്മുടെ മക്കൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഒരു ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ട് തേടിക്കോട്ടെ, ഒരു അള്ളാഹു അല്ലാത്തൊരു തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചോട്ടെ, അത് നിങ്ങൾക്കെന്താ കുഴപ്പമെന്ന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്നെ ചോദിക്കുന്നു, മക്കൾ ചോദിക്കുന്നു, ഉപ്പയോട്, ഉമ്മയോട്. ഇത് അവർക്കൊന്നൊരു സീരിയസ് ആയ വിഷയമല്ല. ഇത് സീരിയസ് ആയ വിഷയമാണ്. ഇത് പരലോകമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്നാണ് ISMന്റെ ആളുകൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നത്. ചില ആളുകൾക്ക് താല്പര്യമുണ്ടാവൂല, താല്പര്യമില്ലെങ്കിലും എന്റെ പരലോകത്തിന്റെ വിഷയമാണ്, എന്റെ ആഖിറത്തിന്റെ വിഷയമാണ്, എന്റെ ഈമാനിന്റെ വിഷയമാണ്, എന്റെ സ്വർഗ നരകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി, മറ്റുള്ള ആളുകൾക്ക്, പാമരജനങ്ങൾക്ക്, അറിവില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കി രാപ്പകൽ വ്യത്യാസമില്ലാതെ അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക.
ഒരു ബാധ്യതയായി, ഒരു ഉത്തരവാദിത്തമായി നമ്മൾ നിറവേറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള, സംഗമിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.